കേരള രാഷ്ട്രീയം മറ്റൊരു രാഷ്ട്രീയ തുറന്നുപറച്ചിലിനും കഥകൾക്കും വേദിയായി മാറുകയാണ്. നമുക്കറിയാം, കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ഒറ്റ ഉത്തരം മാത്രമായിരിക്കും ഉണ്ടാവുക. സാക്ഷാൽ ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സുവർണ കാലഘട്ടമാണെന്ന് എല്ലാവരും പറയാറുണ്ട്. ആ ഉമ്മൻചാണ്ടിയെ ഇല്ലാ കഥ പാടി വല്ലാത്ത സമരം ചെയ്ത ആളുകളുടെ പേരാണ് CPM. കേരളം കണ്ട ഏറ്റവും മോശമായ സമരങ്ങളുടെ പെരുമഴയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയ ആളുകളുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അന്ന് മുന്നണിയിൽ ഉണ്ടായിരുന്ന KB ഗണേഷ് കുമാർ. ഒരു ഓട്ടോറിക്ഷയിൽ കയറാൻ മാത്രം അംഗബലമുള്ള പാർട്ടിയുടെ നേതാവ് KB ഗണേഷ് കുമാർ എന്ന കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി. ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ മൺമറഞ്ഞ കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടിയെ ഇപ്പോഴും വേട്ടയാടുന്നതിന് കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. നേരും നെറിയുമില്ലാത്ത രാഷ്ട്രീയം കളിച്ച തെരഞ്ഞെടുപ്പിൽ അതിന്റെ പേരിൽ 2 വോട്ട് കിട്ടുമോ എന്നാണ് ഗണേഷ് കുമാർ ശ്രമിക്കുന്നത്. ഗണേഷ് കുമാർ ആക്രമിക്കുന്നത് മറ്റാരെയുമല്ല, കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളായ സാക്ഷാൽ ഉമ്മൻചാണ്ടിയെ. ഉമ്മൻചാണ്ടിയെ ജീവിച്ചിരിക്കുമ്പോൾ വേട്ടയാടി അദ്ദേഹത്തിന്റെ രക്തം കുടിച്ച് കൊതിതീരാത്ത ഈ KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രി വീണ്ടും അദ്ദേഹത്തെ വേട്ടയാടാൻ CPM-ന്റെ അച്ചാരം വാങ്ങിയാണോ ഈ പണിക്കിറങ്ങിയത് എന്ന ചോദ്യമാണ് കേരളം ചോദിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ വേട്ടയാടി 2 വോട്ട് നേടാമെന്ന് ഗണേഷ് കുമാർ കരുതുന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോറിക്ഷയിൽ കയറാൻ മാത്രം ആളുകളുള്ള കേരള കോൺഗ്രസ് B എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അവസാനമായിരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ KB ഗണേഷ് കുമാറിന്റെ കേരള കോൺഗ്രസ് B പത്തനാപുരത്തും കൊട്ടാരക്കരയിലും നിലം തൊടാതെ തോറ്റത് കേരളം കണ്ടതാണ്. പത്തനാപുരത്ത് സീറ്റ് ഉറപ്പിക്കാൻ, പത്തനാപുരത്ത് വീണ്ടും ജയിച്ചു കയറാൻ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ വേട്ടയാടാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കുള്ള മറുപടി കാലത്തിന്റെ ചവറ്റുകുട്ടയിലായിരിക്കും നിങ്ങളുടെ സ്ഥാനം എന്ന കാര്യത്തിൽ തർക്കമില്ല മിസ്റ്റർ ഗണേഷ് കുമാർ. എന്തായാലും ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയെ വേട്ടയാടുമ്പോൾ സങ്കടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ കോൺഗ്രസുകാർ മാത്രമല്ല, മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത കേരളത്തിലെ മുഴുവൻ ജനങ്ങളും സങ്കടപ്പെടും. ആ സങ്കടം അവർ പ്രകടിപ്പിക്കുക ബാലറ്റിലൂടെയായിരിക്കുമെന്ന് CPM ഇനിയെങ്കിലും തിരിച്ചറിയണം. എന്തായാലും വിശദമായി പരിശോധിക്കാം ഗണേഷ് കുമാറിന്റെ ലക്ഷ്യം എന്താണ്, ഗണേഷ് കുമാറിന്റെ പിന്നിൽ ആരാണ്. PS സോബർണയാണ് കൂടെയുള്ളത്. KB ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയെ കുറിച്ച് വളരെ മോശമായി ഇന്നലെ ഒരു സ്വകാര്യ ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കുകയാണ്. ഉമ്മൻചാണ്ടി തന്റെ കുടുംബജീവിതം നശിപ്പിച്ചു എന്നാണ് ഇവൻ പറയുന്നത്. അതായത് KB ഗണേഷ് കുമാറിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ കൃത്യമായി അറിയാം. KB ഗണേഷ് കുമാറിന്റെ ഭാര്യ യാമിനി തങ്കച്ചി വാർത്താ സമ്മേളനം വിളിച്ച ഗണേഷിന്റെ ചെയ്തികളെക്കുറിച്ച് കേരളത്തിന്റെ മുമ്പാകെ വെളിപ്പെടുത്തിയത് കേരളം മറന്നിട്ടില്ല. ആ ഗണേഷ് കുമാറാണ് ഇന്ന് സദാചാരം പറഞ്ഞ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ വലിയ നേതാവിനെ വേട്ടയാടാൻ ഇറങ്ങിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ വേട്ടയാടി മുന്നോട്ട് പോകാമെന്നാണ് ഗണേഷ് കുമാർ കരുതുന്നതെങ്കിൽ ഗണേഷ് കുമാറിനെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താനൊന്നും കോൺഗ്രസുകാർ തയ്യാറല്ല. പക്ഷേ ഉമ്മൻചാണ്ടിയെ വേട്ടയാടുന്ന ആളുകളുടെ സ്ഥാനം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലായിരിക്കും. അത് പത്തനാപുരത്തെ ഗണേഷ് കുമാർ ആയാലും ശരി, തൊട്ടപ്പുറം മണ്ഡലത്തിലെ കൊട്ടാരക്കരയിലെ ബാലഗോപാലായാലും ശരി, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും തളിപ്പറമ്പ് MLA MV ഗോവിന്ദനായാലും ശരി, ആരായാലും ശരി, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിത്വം കേരളത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. ആ തെറ്റിദ്ധാരണ പടർത്താൻ കേരളത്തിലെ CPM കഴിഞ്ഞിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. 2011 മുതൽ 16 വരെയുള്ള ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടം, അന്നാണ് കേരളം കണ്ട ഏറ്റവും നികൃഷ്ടമായ സമരം കേരളത്തിൽ നടക്കുന്നത്. സോളാർ ഒരു ആരോപണത്തിന്റെ പേര് പറഞ്ഞ്, ഒരു സ്ത്രീ ഉന്നയിച്ച ആരോപണത്തിന്റെ പേര് പറഞ്ഞ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിയെ ക്രൂരമായി ആക്രമിക്കുന്നതിന് കേരളം സാക്ഷിയായി. CPM-ന്റെ സമരം, കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു മുഖ്യമന്ത്രിയെ ആക്രമിച്ച സമരം കേരളം കണ്ടു. ഉമ്മൻചാണ്ടി മറുത്തൊന്നും അറിയില്ല. ആ സമരത്തിൽ കണ്ണൂരിൽ ഉമ്മൻചാണ്ടിയെ ആക്രമിച്ച ദിവസം കണ്ണൂരിൽ പോലീസ് അസോസിയേഷന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഉമ്മൻചാണ്ടിയെ CPM-ന്റെ ക്രിമിനൽ സംഘം, അതായത് CPM DYFI പ്രവർത്തകർ ഉമ്മൻചാണ്ടിയെ ആക്രമിക്കുകയും അദ്ദേഹത്തിന്റെ കാറിന് നേരെ നടന്ന കല്ലേറിൽ കാറിന്റെ ചില്ല് തകർന്ന് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ മുറിവേൽക്കുകയും ചെയ്തു. എന്നാൽ ആ മുറിവ് വകവെക്കാതെ ഉമ്മൻചാണ്ടി ആ പോലീസ് അസോസിയേഷന്റെ പരിപാടിക്ക് പങ്കെടുത്തു. പിന്നീട് അവിടെ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന പരിപാടിയിലേക്ക് വരുമ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ നെറ്റിയിലെ മുറിവ്, അന്ന് കണ്ണൂർ DCC അധ്യക്ഷനാണെന്നാണ് എൻ്റെ ഓർമ്മ, സുധാകരൻ കാണുന്നത്. സുധാകരന്റെ രാഷ്ട്രീയം വൈകാരികമായ രാഷ്ട്രീയമാണ്. അദ്ദേഹം ആ വേദിയിൽ വെച്ച ഒന്ന് തിരിച്ചടിക്കണം ആജ്ഞാപിച്ചാൽ കണ്ണൂർ ജില്ലയിലെ പല CPM നേതാക്കന്മാർക്കും അക്രമം ഉണ്ടാകുമായിരുന്നു. പല CPM ഓഫീസുകളും, ജില്ലാ കമ്മിറ്റി ഓഫീസ് അടക്കമുള്ള പല ഓഫീസുകളും അന്ന് തകർക്കപ്പെടുമായിരുന്നു. അന്ന് കണ്ണൂർ ജില്ല കോൺഗ്രസിന്റെ വേദിയിൽ വെച്ച് സുധാകരൻ പ്രഖ്യാപിച്ചു, ഉമ്മൻചാണ്ടിയെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് നാളെ സംസ്ഥാനത്ത് ഹർത്താൽ നടത്തുകയാണ്. സുധാകരൻ അടക്കമുള്ള ആളുകളുടെ വേദിയിൽ അന്ന് ഉമ്മൻചാണ്ടിയെ മൈക്ക് വാങ്ങി പറയും, നിങ്ങളുടെ വൈകാരികത എനിക്കറിയാം, പക്ഷേ എന്നെ ആക്രമിച്ചതിന്റെ പേരിൽ നാളെ കേരളത്തിൽ ഹർത്താൽ ഉണ്ടാകരുത്, ഒരു ജനജീവിതം സ്തംഭിക്കരുതെന്ന് പറഞ്ഞ
രാഷ്ട്രീയ നേതാവാണ് ഉമ്മൻചാണ്ടി. പിന്നീട് ആ ഉമ്മൻചാണ്ടിക്കെതിരെ CPM നടത്തിയ സമരവും CPM നടത്തിയ അന്വേഷണത്തിൽ കോടതി അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയത് കേരളം കണ്ടതാണ്. ആ ഉമ്മൻചാണ്ടിയെ ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് വീണ്ടും വേട്ടയാടാൻ, അതായത് ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയല്ല, മരിച്ച ഉമ്മൻചാണ്ടിയെ വേട്ടയാടാൻ ഗണേഷ് കുമാർ ശ്രമിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ ഗണേഷ് കുമാർ മാത്രമല്ല, CPMന്റെ ചരടുവലിയുണ്ടെന്ന് കേരളം സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? കുറ്റം പറയാനാകില്ല. കാര്യം സോളാർ വിഷയം പൂർണ്ണമായി കഴിഞ്ഞതാണ്. ഉമ്മൻചാണ്ടി മരിക്കുകയും ചെയ്തു. എന്നിട്ടും ഉമ്മൻചാണ്ടിയെ നിരന്തരം വേട്ടയാടുന്ന രീതി. ഒരു വേദിയിൽ ചാണ്ടിയുമ്മൻ പറയുകയുണ്ടായി, ഇപോലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേട്ടയാടുന്ന വിഷയമൊക്കെ പറഞ്ഞപ്പോൾ ചാണ്ടി വളരെ വൈകാരികമായി സംസാരിച്ചു. അത് രണ്ട് വിഷയമാണ്, ചാണ്ടിയുമ്മനും അല്ല ഈ രാഹുൽ മാങ്കൂട്ടും ഉമ്മൻചാണ്ടി നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയാത്ത ഒരു അല്ല. ചാണ്ടി സംസാരിച്ച സമയത്ത് തന്റെ അപ്പയെ വേട്ടയാടിയ കാര്യങ്ങളിലേക്ക് വന്നപ്പോ കാര്യം സ്വാഭാവികമായി നമുക്കറിയാം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് ആ കുടുംബത്തെ ആയിരിക്കും. അപ്പൊ ചാണ്ടി പറഞ്ഞു തങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ അന്ന് ഉമ്മൻചാണ്ടി ഏറ്റവും കൂടുതൽ വേട്ടയാടിയുള്ള ഒരാൾ ഗണേഷ് കുമാർ ആണ് എന്നാണ് പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഗണേഷ് കുമാർ തിരിച്ചു മറുപടിയുമായൊക്കെ തിരിച്ചു പറയുന്നത്. അപ്പൊ ഈ പറയുന്ന പോലെ ഒരു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ഇത്രയും അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും സോളാറും ഉമ്മൻചാണ്ടിയും ചർച്ച ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് CPMന്റെ അജണ്ടയാണ് എന്ന് പൊതുജനം വിശ്വസിച്ചാൽ അല്ലെങ്കിൽ വിചാരിച്ചാൽ അത് തെറ്റു പറയാനാകില്ല. കാര്യം അല്ലെങ്കിൽ മരിച്ചുപോയ ഒരു വ്യക്തിയെ വീണ്ടും ഈ ആരോപണങ്ങളിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ മരിച്ചുപോയ ഒരു വ്യക്തിയെ വീണ്ടും വീണ്ടും കുത്തി നോവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ 18 പേജുള്ള കത്ത് 24 പേജാകുകയാണ്. ആ 24 പേജാക്കിയതിന് പിന്നിലുള്ള കറുത്ത കരം ഗണേഷ് കുമാറിൻ്റെതാണെന്ന് ഉമ്മൻചാണ്ടിക്ക് അറിയാമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ അന്തസ്സും ആഭിജാത്യവും കാത്തു സംരക്ഷിച്ച് മരിക്കുന്നത് വരെ ഇത് സംബന്ധിച്ച് തുറന്നു പറച്ചിൽ അദ്ദേഹം നടത്താൻ തയ്യാറായിരുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ കേരളത്തിലെ ഇന്ന് ഊതി വീർപ്പിച്ച പല രാഷ്ട്രീയ ബിംബങ്ങളും പൂർണ്ണമായും തകർന്നു വീഴുമായിരുന്നു. പക്ഷെ ഉമ്മൻചാണ്ടി തന്റെ നിലപാട് എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തതിനും കൂടി കേരളം സാക്ഷിയായിട്ടുണ്ട്. സത്യം. ഉമ്മൻചാണ്ടി പറഞ്ഞത് എന്താണ്? താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന് മാത്രമാണ് പറഞ്ഞത്. ആരെയും ഒരു ആരോപണം ജനകീയ കോടതിയിൽ അഗ്നിശുദ്ധി വരുത്തി ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിന്റെ പേരാണ് ഉമ്മൻചാണ്ടി. ഇന്ന് കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് നട്ടല്ലുയർത്തി അങ്ങനെ പറയാൻ കഴിയുമോ? ഇല്ല. കാര്യം ഉമ്മൻചാണ്ടി പേടിക്കേണ്ട, ഉമ്മൻചാണ്ടി തെറ്റ് ചെയ്തിട്ടില്ല എന്ന ഉറച്ച വിശ്വാസം ഉമ്മൻചാണ്ടിക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉമ്മൻചാണ്ടി ആദ്യം മുതൽ അങ്ങനെ ഒരു നിലപാടെടുത്തത്. പക്ഷെ ഇന്ന് അങ്ങനെ എടുക്കാൻ ആർക്കും കഴിയില്ല. കാര്യം എല്ലാവരും തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ തെറ്റ് ചെയ്തവരാണല്ലോ ഭയക്കേണ്ടത്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി വിഷയത്തിൽ പറയുന്നില്ല. പക്ഷെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് സോളാർ എന്തിന് ചർച്ച ചെയ്യപ്പെടണം, അല്ലെങ്കിൽ ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ പേര് എന്തിന് വലിച്ചഴിക്കണം എന്നൊരു ചോദ്യമുണ്ട്. ചാണ്ടിയുമ്മൻ അങ്ങനെ ഒരു ആരോപണം പറഞ്ഞു എന്നിരിക്കുക, അല്ലെങ്കിൽ ചാണ്ടി വൈകാരികമായി സംസാരിച്ചപ്പോൾ താൻ അനുഭവിച്ച അല്ലെങ്കിൽ തന്റെ കുടുംബം അനുഭവിച്ച കാര്യം പറഞ്ഞു. അതിനെ ഇത്രത്തോളം രാഷ്ട്രീയമായി എടുക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ വീണ്ടും മരിച്ചു കഴിഞ്ഞിട്ടും ആ മനുഷ്യനെ എന്തിനാണ് ഇവർ വേട്ടയാടുന്നത്? ഈ പറയുന്ന പോലെ ഗണേഷ് കുമാറിന് സ്വന്തം മകനെ പോലെയാണ്, മൂത്ത മകനെ പോലെയാണ് കണ്ടതെന്ന് ഉൾപ്പെടെ ചാണ്ടി പറയുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ തിരിച്ചു മറുപടി പറഞ്ഞു, അല്ലെങ്കിൽ ഇത്തരം വാഗ്വാദങ്ങളിലേക്ക് പോവുക, വീണ്ടും ഉമ്മൻചാണ്ടിയുടെ പേര്. പക്ഷെ ഞാൻ പറയുന്നു, ഉമ്മൻചാണ്ടിയുടെ പേര് വലിച്ചിടുന്നത്, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഉമ്മൻചാണ്ടിയുടെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാറിന് തിരിച്ചടിയാകും. ഇനിയിപ്പോ എന്തൊക്കെ കാണിച്ചാലും ഉമ്മൻചാണ്ടി തെറ്റുകാരനല്ല എന്ന് ഇന്ന് ജനങ്ങൾക്കറിയാം. ആ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് സോളാർ വിഷയം കത്തിക്കാൻ CPMനായിട്ടുണ്ട്. പക്ഷെ ഇനി അത് നടക്കില്ല. കാര്യം കേരളത്തിലെ പൊതുജനത്തിന് അറിയാം ഉമ്മൻചാണ്ടി തെറ്റുകാരനല്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് ഇത്തരം ആരോപണങ്ങളുമായി ഇവർ മുന്നോട്ട് പോകുന്നത് ഇവരുടെ തന്നെ നാശത്തിനാണ്. തീർച്ചയായും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ KB ഗണേഷ് കുമാർ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചാൽ രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക്, രാഷ്ട്രീയ നോക്കിക്കാണുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ കൃത്യമായി അറിയാം. KB ഗണേഷ് കുമാറിന്റെ പിന്നാമ്പുറ കഥകൾ കേരളത്തിൽ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യും. അത് അത്ര നല്ലതിനായിരിക്കില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. സ്വന്തം ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച വ്യക്തിയാണ് ഗണേഷ് കുമാർ. അദ്ദേഹമാണ് ഇപ്പോൾ വന്ന ചാരിത്ര പ്രസംഗം നടത്തുന്നത്. ആ ഗണേഷ് കുമാർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് എന്ത് ധാർമ്മികതയാണ് കേരളത്തിലെ പൊതുസമൂഹത്തോട് ഇങ്ങനെ വിളിച്ചു പറയാനുള്ളതെന്ന് അയാൾ ചിന്തിക്കണം. എന്തായാലും KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് കൊട്ടാരക്കരയിലും പത്തനാപുരത്തും മാത്രമുള്ള രാഷ്ട്രീയ പാർട്ടി, കേവലം ഒരു സംസ്ഥാന സമ്മേളനം നടത്തണമെങ്കിൽ 2 ഓട്ടോറിക്ഷയിലെ ആളുകൾക്ക് മാത്രമുള്ള ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് CPMന്റെ എച്ചിൽ നടക്കുന്ന പട്ടിയായി അതപ്പതിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. അത്തരത്തിലുള്ള നീക്കവുമായി അദ്ദേഹം മുന്നോട്ട് പോയാൽ കേരളീയ പൊതുസമൂഹം അതിനെ തിരിച്ചറിയും. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ അദ്ദേഹം മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ വേട്ടയാടാനാണ് ശ്രമിക്കുന്നതെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ മറുപടി നൽകും. അതിന് കോൺഗ്രസ് CPM എന്ന വ്യത്യാസമുണ്ടാവില്ല. CPMകാരടക്കം ഈ വിഷയത്തിൽ ഗണേഷ് കുമാറിനെതിരെ തിരിയുമെന്ന കാര്യത്തിലും തർക്കമില്ല.